ഇന്ന് രാവിലെ പത്രം ഇങ്ങനെ വായിച്ചപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. ഈ രാവിലത്തെ പത്രത്തിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എതിരെ ഇന്നലെ 2200ഓളം പരാതികളാണ് അത്രേ ചെന്നിട്ടുള്ളത്. എന്തിനായിരുന്നു അത്രയും പരാതികൾ അദ്ദേഹത്തിനെതിരെ കൊടുത്തത്? അദ്ദേഹം രാജസ്ഥാനിലെ ബൻസാരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രചരണ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ ഒരു വിദ്വേഷ പ്രസംഗമാണ്, വിഷം ചീറ്റുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്: കോൺഗ്രസ് അധികാരത്തിലേറിയാൽ അവർ രാജ്യത്തിന്റെ സമ്പത്ത് നുഴഞ്ഞു കയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നൽകും എന്നുള്ളതായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹം മുസ്ലിമിന്റെ പേരെടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ഇവിടെ അദ്ദേഹത്തിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, അങ്ങ് ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രധാനമന്ത്രിയാണോ? അതോ ഇന്ത്യയിലെ 141,72,00,000 വരുന്ന ഇന്ത്യക്കാരുടെ പ്രധാനമന്ത്രിയാണോ? അങ്ങ് ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രധാനമന്ത്രി അല്ല, അങ്ങ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങയുടെ ആ പ്രസംഗം കേവലം 20% വരുന്ന, അതിലധികം വരുന്ന മുസ്ലിങ്ങളെ മാത്രമല്ല വേദനിപ്പിച്ചത്. ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ വാക്താക്കളായിട്ട്, മതേതരത്വം മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവാത്ത, മനസ്സിൽ മത തീവ്രതയുടെ വൈറസ് ബാധിക്കാത്ത ഇവിടുത്തെ ഹിന്ദു വിഭാഗത്തിനും അങ്ങയുടെ പ്രസംഗങ്ങളിൽ വേദനയുണ്ടാക്കുന്നുണ്ട്. അങ്ങേക്കറിയാമല്ലോ, 1976 ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ മതേതരത്വം എന്ന മഹിതമായിട്ടുള്ള ആശയം ഉൾപ്പെടുത്തുന്നത്. ഈ ആശയം എന്തിനു വേണ്ടി ഉൾപ്പെടുത്തിയതാണ്? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണല്ലോ മതേതരത്വം എന്ന് പറയുന്ന മഹിതമായ ആശയം ഇന്ത്യ രാജ്യത്തിൽ ഉൾപ്പെടുത്തിയത്. അങ്ങേക്കറിയാമല്ലോ, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് അതിന്റെ ആമുഖത്തില്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തില് ദൈവത്തിന്റെ നാമത്തിൽ എന്ന് തുടങ്ങാം എന്ന് ചിലർ അഭിപ്രായപ്പെട്ടപ്പോ മറ്റു ചിലർ അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് മതമുള്ളവനും മതമില്ലാത്തവനും, ദൈവമുള്ളവനും ദൈവമില്ലാത്തവനും ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിൽ എന്ന് തുടങ്ങണ്ട എന്ന് അവിടുന്ന് തീരുമാനിച്ചത്. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, അങ്ങ് 141,72,00,000 വരുന്ന ആളുകളുടെ പ്രധാനമന്ത്രിയാണ്. 10 വർഷത്തിനിടയ്ക്ക് അങ്ങയിൽ നിന്ന് എത്രയോ വിദ്വേഷ പ്രസംഗങ്ങൾ ഞങ്ങൾ കേൾക്കുകയുണ്ടായി. ഇനിയും ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, നമുക്കൊന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ചെറിയ കേസുകൾക്ക് പോലും മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും അതിനെതിരെ പരാതി കൊടുത്തതിന് 75,000 രൂപ പിഴ കൊടുക്കുകയും ചെയ്ത ഈ രാജ്യം 2200ഓളം വരുന്ന പരാതികളിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങളാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പരസ്പരം സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്.
താങ്കൾക്കറിയാമല്ലോ, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമയത്ത് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന വേളയിൽ നവാഖാലിയിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് നടന്നു ചെന്നത് അവിടുത്തെ ഹിന്ദു മുസൽമാൻ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയായിരുന്നു. ആ ഗാന്ധിജിയാണ് ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നത്. എല്ലാ മതങ്ങളും പരസ്പര സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്തേ അതൊന്നും ഉൾക്കൊള്ളാത്തത്? മാനിഷാദ പ്രതിഷ്ഠോം ദമകമശസ്സതി സമ യദ്രോഞ്ചമിതുനാ ദേവമവധി കാമമോഹിതം എന്നൊക്കെ പഠിപ്പിച്ച വാൽമീകിയുടെ ആ മനോഹരമായിട്ടുള്ള കഥയുടെ ഭാഗം, ക്രൗഞ്ചമിഥുനങ്ങളെപ്പോലും നോവിക്കരുത് എന്ന് പഠിപ്പിച്ച അതെന്തേ അങ്ങ് കേൾക്കാതെ പോയത്? ലോക സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും സുഖമാണ്, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് നല്ലതെന്ന് പഠിപ്പിച്ചവരുടെ വർത്തമാനങ്ങൾ എന്തേ നിങ്ങൾ കേൾക്കാതെ പോയത്? അക്കിരിം ജാറക വലൗകാന കാഫിറ, നിന്റെ അയൽവാസി അവനേതു മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങൾ എന്തേ നിങ്ങൾക്ക് അറിയാണ്ട് പോയത്? ഇവിടെ നമ്മളാരും പരസ്പരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തേണ്ടവരല്ല. നമ്മൾ ഒന്നാണ്. ഇന്ത്യ രാജ്യത്തിന്റെ മക്കൾ എന്ന നിലക്ക് നമുക്കൊരു അഭിമാനമുണ്ട്, ഞങ്ങൾ ഇന്ത്യക്കാർ. അത് തന്നെയാണ് പ്രിയാമ്പിളിന്റെ തുടക്കത്തിൽ എഴുതിയിട്ടുള്ളത്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതൊരു അഭിമാനമാണ്. ആ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല ഉണ്ടാവരുത് എന്ന്